ഇന്ന് നമ്മുടെ ചെറുവിഷ്ണ CBSE സ്കൂളിൻ്റെ 19ാമത്തെ ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ ആനുവൽ ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ആനുവൽ ഡേയുടെ കൊട്ടിക്കലാശമാണ് ഈ കാണുന്നത്. അപ്പോൾ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഡ്രൈവേഴ്സിൻ്റെയും സപ്പോർട്ട് സ്റ്റാഫിൻ്റെയും എല്ലാം വക ഒരു നൃത്തച്ചുവടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല വെറൈറ്റി നൃത്തച്ചുവടുകളുമായിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്നു. അതേപോലെ തന്നെ നമ്മുടെ പിള്ളേർ സ്റ്റേജിൻ്റെ ഉള്ളിലും എല്ലാ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു കൊട്ടിക്കലാശം എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു സ്പെഷ്യൽ ഇവൻറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ പിള്ളേർ അവരുടെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്ത എല്ലാ പിള്ളേരെയും നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ അതുവരെ പെർഫോം ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസും ഒരുമിച്ച് സ്റ്റേജിൽ കാണാൻ പറ്റി. അത് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും പെർഫോം ചെയ്ത അതേ ഡ്രസ്സിൽ തന്നെയായിരുന്നു സ്റ്റേജിൽ വന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ നിൽക്കാനൊന്നും സ്റ്റേജിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ എല്ലാവരും സ്റ്റാഫും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് പിള്ളേരെ നല്ല അറേഞ്ച് ചെയ്ത് നിർത്തി. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ മദർ സുപ്പീരിയർ ആണ് മാനേജർ. അപ്പോൾ മദറിൻ്റെ വക ഒരു ചെറിയ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക്. ഒരുപാട് പാർട്ടിസിപ്പേഷൻസ് ഒരുപാടുണ്ടായി. അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അവരുടെ കലാവാസന പേരൻസിനെയും എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് എല്ലാ സ്കൂളുകളുടെയും ആനുവൽ ഡേ. അപ്പോൾ ആനുവൽ ഡേ പരമാവധി പേരൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. അവരുടെ കുട്ടികൾക്ക് ഒരു എൻകറേജ്മെൻ്റ് ആവും. അപ്പോൾ നമ്മുടെ ഓസ്റ്റിൻ, നമ്മുടെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ വക ഒരു ലൈവ് സൂപ്പർ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വക ബാൻഡ് മേളം. അപ്പോൾ പിള്ളേരുടെ ബാൻഡ് കഴിഞ്ഞപ്പോൾ ആ സാധനമൊക്കെ സ്കൂളിൽ അവർ താഴ്ത്ത് വെച്ചിട്ടാണ് പോയപ്പോൾ അതൊക്കെ പറക്കി മേളിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ സ്കൂളിലെ സിസ്റ്റർ പോലും വിചാരിച്ച് കാണത്തില്ല ഞങ്ങളതും വെച്ച് ഇമാതിരി പരിപാടി കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വക കുറച്ച് സ്റ്റെപ്പൊക്കെയാണ് ഈ കാണുന്നത്. വൈകുന്നേരം ഇതൊക്കെ പറക്കിക്കൊണ്ട് വെക്കുക എന്നുള്ളത് ഒരു ജോലിയായിട്ട് അല്ല, ഒരു എൻ്റർടൈൻമെൻറ്റായിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി എടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വക ഒരു ബാൻഡ് മേളമാണ് ഈ കാണുന്നത്. അപ്പോൾ ബാൻഡ് മേളത്തിൽ വിവിധതരമായ പരിപാടികൾ നമ്മളും കാണിച്ചു. അപ്പോൾ നമ്മുടെ ജിത്തുവിൻ്റെ വക കലാവാസനയാണ് ഈ കാണുന്നത്. അപ്പോൾ അവൻ്റെ സ്റ്റെപ്പൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അവനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ട് വിചാരിച്ചത്ര അങ്ങോട്ട് സക്സസ്